ഹലോ സ്റ്റുഡൻസ്, നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. അതായത് റിവിഷൻ്റെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോയിൽ മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ടോപ്പിക്കാണ് കവർ ചെയ്തത്. അതിൽ നിന്നും 25 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക. 30 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത്. 75 മാർക്കിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ 30 മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. അപ്പോൾ ഇനി വെക്ടേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-നും 60% ഇടയ്ക്ക് മാർക്ക് കിട്ടും. അപ്പം വെക്ടേഴ്സ് എളുപ്പമാണ്. അത് വളരെ കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ മതി. 2 വീഡിയോ കൊണ്ട് വെക്ടേഴ്സ് കഴിയും. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യം വെക്ടർ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു പോയിന്റ് എ, ഈ ഒരു പോയിന്റ് ബി. ഇവിടെ എയിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തു, ആ വസ്തുവിനെ നിങ്ങൾ ബിയിലേക്ക് എത്തിക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടാണ് കൊണ്ടുപോകുന്നത് നമ്മളതിനെ. അപ്പോൾ എയിൽ ഇരുന്നൊരു സ്ഥാനം ഇങ്ങനെ നീക്കി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നീക്കണം. നീക്കി എവിടെ കൊണ്ടെത്തിച്ച് നിങ്ങൾ ബിയിലെത്തിച്ച്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് അതൊരു എ യൂണിറ്റാണെന്ന് വെച്ചോളൂ. അപ്പോൾ എ യൂണിറ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പം നമ്മൾ ഡിസ്റ്റൻസും കവർ ചെയ്തു, പിന്നെ ഒരു ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആരെയും കൂടെ കൊടുക്കാം. ഞാൻ എയിൽ നിന്ന് ബിയിലേക്കാണ് പോയത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല എയിൽ നിന്ന് ബിയിലോട്ടാണോ പോയത്, ബിയിൽ നിന്ന് എയിലോട്ടാണോ പോയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോ, ഇതേണൊക്കെ ഒരു ആരോ കൊടുക്കണം, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ആരോ. അപ്പോൾ ഇവിടെ ഒരു ആരോയും ഉണ്ട്, ഒരു ഡിസ്റ്റൻസും കവർ ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഇനി ഈ ഡയറക്ഷനുണ്ട്. അപ്പോൾ ഇതിന് എ ബി എന്നുള്ള ഈ ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എ ബി എന്നുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് വെക്ടർ എന്ന് വിളിക്കാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. എ ബി എഴുതിയിട്ട് മേളിലൊരു വര വരയ്ക്കണം. മേളിൽ വര വരച്ചാൽ എന്ന് പറയാം, നമുക്ക് വെക്ടർ എ ബി എന്ന് പറയാം. ഈ വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് സ്മോൾ എ. ഡയറക്ഷൻ എന്ന് പറയുന്ന എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡയറക്ഷൻ. ഈ മോഡുലസിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. 2 വര വരച്ചിട്ട് അതിനകത്ത് ഈ വെക്ടറിനെ എഴുതും. അപ്പോൾ ഇതിനെ മോഡുലസ് ഓഫ് വെക്ടർ എ ബി എന്ന് വായിക്കും. അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ മോഡുലസും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസും മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇതാണ് വെക്ടർ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ. അപ്പോൾ എ ബി എന്നാണ് വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. ഇവിടെ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് ഈ ലൈനിൽ കൂടെ മൂവ് ചെയ്ത് ബിയിലെത്തുന്നു. അപ്പോൾ നമുക്ക് എ ബി എന്നൊരു വെക്ടർ കിട്ടും. എന്തുകൊണ്ടാണ്? ഡയറക്ഷനും ഉണ്ട്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെക്ടർ എ ബി എന്ന് എഴുതാം. എന്നിട്ട് ആ ബിയിൽ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? സിയിലേക്ക് പോകുന്നു. സിയിലേക്ക് പോകുമ്പം ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡിസ്റ്റൻസും ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി കിട്ടും, ബി സി ബാർ എന്ന് എഴുതാം. അപ്പോൾ എവിടെ ഇരുന്നതാണ്? എയിലിരുന്ന ക്വാണ്ടിറ്റി സിയിലെത്തി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി, അങ്ങനെയാണ് സിയിലെത്തിയത്. അതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എയിൽ നിന്ന് സിയിലേക്ക് പോവാം. പോയി. അപ്പോൾ ഇവിടെ ഒരു വെക്ടർ കിട്ടും. എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ വെക്ടർ എ സി എന്ന് എഴുതാം നമുക്കിങ്ങനെ. ഈ വെക്ടർ എ സി കിട്ടുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി. അപ്പം ആദ്യം വെക്ടർ എ ബി, പിന്നെ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? വെക്ടർ ബി സി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് വെക്ടർ എ സി കിട്ടും. ഇതിനാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതും ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നതും എന്തിന് തുല്യമാണ്? എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി എന്ന് പറഞ്ഞാൽ വെക്ടർ എ സി ആണ്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഒ എന്ന് പറയുന്ന പോയിന്റും രണ്ടാമത്തത് എ എന്ന് പറയുന്ന പോയിന്റും. ഞാൻ ഒയിൽ നിന്നും എയിലേക്ക് പോകുന്നു. ആരോ കാണിക്കണം ഒ എന്ന് എയിലേക്കെന്നുള്ള. അപ്പോൾ ഒരു ഡയറക്ഷനായി.
പിന്നെ ഒയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് y. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ആകുമ്പോൾ നമുക്ക് വെക്ടർ കിട്ടും. ആ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ് ഒ എ ബാർ. ഇപ്പോൾ ഈ ഒ എ എന്ന് പറയുന്ന വെക്ടർ കിട്ടിയ എങ്ങനെയാണ്? എ എന്നുള്ള പോയിന്റ് ഒയുമായിട്ട് ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒയിൽ നിന്നും എയിലേക്കൊരു ലൈൻ വരച്ച്, അപ്പോഴാണ് നമുക്ക് വെക്ടർ കിട്ടിയത്. അപ്പോൾ ഈ പറയുന്ന പോയിന്റ് എ അത് ഒറിജിനുമായിട്ടാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരു പോയിന്റ് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് ഒ എ ബാർ. അപ്പം പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് ചോദിച്ചാൽ ഒ ബി ബാർ എന്ന് എഴുതണം. കാരണം അത് ഒയുമായിട്ട് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്താൽ നമുക്കൊരു വെക്ടർ കിട്ടും. അതിനാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്ന ഒ എ ബാർ എന്ന് നമുക്ക് എഴുതാം. ഈ പടത്തിൽ നോക്കിയാൽ നമുക്ക് ഒറിജിനിൽ നിന്നും എ എന്നുള്ള പോയിന്റിലേക്ക് ഒരു ആരോ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെക്ടറാണ്. നീ ഒയിൽ നിന്ന് എയിലേക്ക് ഡയറക്ഷനുണ്ട്, ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒ എ ബാർ എന്ന് എഴുതാം. ഈ ഒ എ ബാറിനെ നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് എ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ ഒയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും. അതിന് നമ്മൾ ഒ ബി ബാർ എന്ന് എഴുതും. ഈ ഒ ബി ബാറിന് പറയുന്ന പേര് പൊസിഷൻ വെക്ടർ ഓഫ് ബി. ഇനി നിങ്ങൾ എയും ബിയും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ആരോ കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു വെക്ടർ കിട്ടി. ആ വെക്ടറിനെ എങ്ങനെ എഴുതും? എയിൽ നിന്ന് ബിയിലേക്കാണ് വെക്ടർ. അപ്പോൾ എ ബി എന്ന് എഴുതണം. മേളിലൊരു ബാർ. അതിനും ഡിസ്റ്റൻസ് ഉണ്ട്, എ തൊട്ട് ബി വരെ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് വെക്ടർ എന്ന് പറയാം. ആ വെക്ടറിനെ നമ്മൾ എ ബി ബാർ എന്ന് എഴുതും. എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ ആയതുകൊണ്ടാണ് എ ബി ബാർ എന്ന് എഴുതുന്നത്. ഇനി നമുക്ക് ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒയിൽ നിന്ന് എയിലേക്ക്, അപ്പോൾ ഒ എ ബാർ, പ്ലസ് എയിൽ നിന്ന് ബിയിലേക്ക്, അപ്പോൾ എ ബി ബാർ. അപ്പോൾ ഒയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്തി. അപ്പോൾ ഇൻ എഫക്റ്റ് എവിടെ എത്തി? ഒയിൽ നിന്ന് ബിയിലെത്തി. അപ്പോൾ ഒ ബി ബാർ എന്ന് എഴുതാം. അപ്പോൾ ഒയിൽ നിന്ന് എയിലേക്ക്, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഒ എ ബാർ പ്ലസ് എ ബി ബാർ. റിസൾട്ട് ഒയിൽ നിന്ന് ബിയിലേക്ക്, അപ്പോൾ ഒ ബി ബാർ. അപ്പോൾ ഒ എ ബാർ പ്ലസ് എ ബി ബാർ ഇസ് ഈക്വൽ ടു ഒ ബി ബാർ എന്ന് എഴുതാം. അപ്പോൾ എ ബി ബാർ ഇസ് ഈക്വൽ ടു ഒ ബി ബാർ മൈനസ് ഒ എ ബാർ. അപ്പോൾ എന്താ വരുന്നത്? വെക്ടർ എ ബി. ഇതാണ് വെക്ടർ എ ബി. വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒ ബി ബാർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി. അപ്പം ഈ പോയിന്റ്, അതായത് ഇതിനെ ഫൈനൽ പോയിന്റ്, ടെർമിനൽ പോയിന്റ് എന്ന് പറയും, ഇത് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയും. എ ഇനിഷ്യൽ പോയിന്റ്, എ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു. അപ്പോൾ എ ഇനിഷ്യൽ പോയിന്റ്, ബി അവസാനിക്കുന്ന പോയിന്റ് ടെർമിനൽ പോയിന്റ്. അപ്പോൾ ടെർമിനൽ പോയിന്റ് പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ, ഒ ബി ബാർ മൈനസ് ഒ എ ബാർ. അപ്പോൾ ഏതൊരു വെക്ടർ കിട്ടിയാലും നമുക്ക് എന്തെഴുതാം? എ ബി ബാർ എന്നൊരു വെക്ടറിനെ നമുക്ക് ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് എയുടെ പൊസിഷൻ വെക്ടർ എന്ന് എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങളിവിടെ നോക്കുക, എ ബി എന്ന് പറയുന്നത്, എ ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ വെക്ടർ ആവും. എ ബി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന ഒരു വെക്ടറാണ്. മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന വെക്ടറിന് പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഒ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഒ എക്സ് ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഒ വൈ ഇതാരോ കാണിക്കുന്നുണ്ട്, ഒ ഇന്ന് വൈയിലേക്കാണ്. ഇത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് പറയാം. ഇതിന് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ഇതിനെല്ലാം ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു 1 യൂണിറ്റ്. ഒ ഇന്ന് എ എന്നുള്ള പോയിന്റ്, അത് 1 യൂണിറ്റാന്ന് വെച്ചോളൂ. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? എക്സിൻ്റെ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റുമാണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. ഒ എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഐ എന്നൊരു സിമ്പൽ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഐ? ഐ ഈസ് എ യൂണിറ്റ് വെക്ടർ, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം, ബി. ഇതിൻ്റെ യൂണിറ്റ് 1 ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഒ ബി ബാർ എന്ന് പറയുന്നതും ഒരു യൂണിറ്റ് വെക്ടറാണ്.
ഇനി അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അതിന് നമ്മൾ ജെ എന്ന് പേര് കൊടുക്കും. അപ്പോൾ എന്താണ്? ജെ ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് പറയും. അതുപോലെ ഈ ഇങ്ങനെ ലൈൻ വരച്ചാൽ, അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഐ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ആൻഡ് ജെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ കെ. അപ്പോൾ കെ ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദി ഇസഡ് ആക്സിസ്. അപ്പോൾ ഐ ജെ കെ വെക്ടേഴ്സ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അടുത്തത് ജെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. ഈ പടത്തിൽ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ എ എന്നുള്ള പോയിന്റിൽ നമുക്ക് എത്തിച്ചേരണം. അതിന് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒയിൽ നിന്ന് ഈ പോയിന്റിലെത്തണം. ഇത് ബി എന്ന് വെച്ചോളൂ. ഒയിൽ നിന്ന് ഈ പോയിന്റ്, ആ പോയിന്റ് എ എന്നെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്തു, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. ഈ ഒയിൽ നിന്ന് എയിലേക്കുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഒ എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ. ഇതിന് മാഗ്നിറ്റ്യൂഡ് എക്സ് എന്നെടുക്കാം, മാഗ്നിറ്റ്യൂഡ് എക്സ്. അപ്പോൾ ഒ തൊട്ട് ഒ എ വരെയുള്ള മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെ ഒരു വെക്ടറാക്കി എഴുതണം നമുക്ക്, ഒ എ ബാർ. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് എക്സ്. പിന്നെ ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഐ ആണ്. അപ്പോൾ ഇതിന് ഐ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എക്സ് ഐ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒ എ ബാർ ഇസിക്കൽ ഒ എ, ഇതാണ് വെക്ടർ ഒ എ ബാർ, എക്സ് ഇൻറ്റു ഐ എന്ന് എഴുതി. അപ്പോൾ ഈ ഒ എയുടെ മാഗ്നിറ്റ്യൂഡ് എക്സ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മാഗ്നിറ്റ്യൂഡ്, അന്ന് ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അത് നമുക്കറിയാം. അപ്പോൾ എക്സ് ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ ആയിരിക്കും. ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ആ മാഗ്നിറ്റ്യൂഡിന് നിങ്ങൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ എക്സ് തന്നെ കിട്ടും. 1ന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ എക്സ് കിട്ടും. അപ്പോൾ എക്സ് ഐയുടെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്. അപ്പോൾ ഈ ഒ എ എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആണ്. ഇനി ഡയറക്ഷൻ എന്താണ്? എക്സ് ഇൻറ്റു ഐ. എക്സ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എക്സ് വെക്ടർ അല്ല, ഐ മാത്രമേ വെക്ടർ ഉള്ളൂ. അപ്പോൾ ഐയുടെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും എക്സ് ഐയുടെ ഡയറക്ഷൻ. എന്താണ് ഐയുടെ ഡയറക്ഷൻ? ഐയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ ഒ എ ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഐ എന്ന് എഴുതാം. ഈ എ ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വൈ ആണ്, വൈ. അപ്പോൾ എ എന്ന് ബിയിലേക്കാണ് ഡയറക്ഷൻ. അതിന് എ നിന്ന് ബിയിലേക്ക് ഡയറക്ഷൻ വരുമ്പോൾ അതൊരു വെക്ടറാണ്. അപ്പോൾ നമുക്ക് എ ബി ബാർ എന്ന് എഴുതാം. ആ എ ബി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ ആണ്. ഇനി ഡയറക്ഷൻ വേണം. ഈ വൈ ആക്സിസും ഈ വെക്ടർ എ ബിയും പാരലാണ്. അപ്പം പാരലാകുമ്പോൾ ഡയറക്ഷൻ സെയിം ആണ്, അങ്ങോട്ടാണ്, മേളിലോട്ട് തന്നെ പോകുന്ന രണ്ടും. അപ്പോൾ രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. ഇനി വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ജെ ആണ്. അപ്പോൾ ഇതിനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ്? എ ബി എന്ന് പറയുന്ന ഡയറക്ഷൻ വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ജെ ആണ്. അപ്പോൾ വൈ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ ജെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈ മൊത്തത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ എന്ന് തന്നെ കിട്ടും. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ എ ബി എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ. ഇനി ഡയറക്ഷൻ എന്താണ്? വൈ ഇൻറ്റു ജെ എന്ന് എഴുതുമ്പോൾ വൈക്ക് ഡയറക്ഷൻ ഇല്ല, ജെയ്ക്ക് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ. അപ്പോൾ വൈ ഇൻറ്റു ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജെയുടെ ഡയറക്ഷൻ മാത്രമാണ്. അപ്പോൾ ജെയുടെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് എ ബി എന്നുള്ള വെക്ടറിന് പകരം വൈ ജെ എന്ന് എഴുതാം. അപ്പോൾ എ ബി ഈസിക്കൽ ടു വൈ ജെ. ഇനി നമ്മൾ ഒ ബി കണ്ടുപിടിക്കണം. ഒ ബി കിട്ടുന്നത് എങ്ങനെയാണ്? ആദ്യം ഒയിൽ നിന്ന് എയിലേക്ക് എത്തും, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തും. ഒയിൽ നിന്ന് എയിലേക്ക് എത്തി, എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ എന്ത് എത്തി? ഒയിൽ നിന്ന് ബിയിലേക്ക് എത്തി. അപ്പോൾ വെക്ടർ ഒ ബി. അപ്പോൾ ഇത് എക്സ് ഐ പ്ലസ് വൈ ജെ ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്, വൈ കോർഡിനേറ്റ് വൈ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സും വൈ കോർഡിനേറ്റ് വൈയും ആണെങ്കിൽ ഒ ബി എന്ന് പറയുന്ന എ ബി ബാർ അല്ല, ഒ ബി ബാർ. വെക്ടർ ഒ ബി എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റും വൈ എന്ന് പറയുന്ന വൈ കോർഡിനേറ്റും ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറയുന്നത്
എക്സിനെ ഐ കൊണ്ടും വൈയെ ജെ കൊണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യണം. ഇത് 2 ഡയമെൻഷൻ കേസാണ്. ഇതിനകത്ത് ഈ ഇസഡ് ആക്സിസും കൂടെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റ് എക്സ് വൈ ഇസഡ് എന്ന് വരും. ഇവിടെ ആകുമ്പോൾ, ഈ ബോർഡിലാവുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉള്ളൂ. അതേസമയം സ്പേസിലാവുമ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഒ ബി ബാർ എന്ന് പറയുന്നത് എക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വൈയെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇസഡിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു പോയിന്റ് തന്നാൽ, ഒരു പോയിന്റ് പി, ആ പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ്, പോയിന്റ് പി എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ്. ആ ഒരു പോയിന്റ് തന്നാൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റിനെ ഐ കൊണ്ടും വൈ കോർഡിനേറ്റിനെ ജെ കൊണ്ടും ഇസഡ് കോർഡിനേറ്റിനെ കെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അതാണ് പൊസിഷൻ വെക്ടർ. അതായത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ് പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് പി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് ഞാൻ മോഡുലസ് ഓഫ് വെക്ടർ ഓഫ് ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് ഐ കമ്പോണൻറ്റ്, ഐയുടെ കൂടെ വരുന്നതാണ് എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർഡ് പ്ലസ് ജെ കമ്പോണൻറ്റ് അത് വൈ ആണ് പ്ലസ് ഇസഡ് സ്ക്വയർഡ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ആണ് അതിൻ്റെ മോഡുലസ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇതിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ. അടുത്ത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ, അതിന് എ ബാർ എന്ന് പേര് കൊടുത്തു. രണ്ടാമത്തത് എയിൽ നിന്ന് സിയിലേക്കുള്ള വെക്ടർ, അതിന് ബി ബാർ എന്ന് പേര് കൊടുത്തു. ഇത് തമ്മിലുള്ള ആംഗിൾ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, എയുടെയും ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ഇവിടെ നിന്ന് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് പ്രോബ്ലം നിങ്ങൾ ചോദിക്കും. ഇനി തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ കോസ് 90 0 ആണ്. കോസ് 90 0, അപ്പോൾ ഇത് 0 ആയിപ്പോൾ. ഇത് 0 ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആണ്. തീറ്റ 0 ആകുമ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ ഡോട്ട് ബി 0 ആകുമ്പോൾ എയും ബിയും തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എയും ബിയും പെർപെൻഡിക്കുലർ. ദാറ്റ് ഈസ് വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അടുത്ത ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ആണ് എ ക്രോസ് ബി. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും ഇൻറ്റു എൻ ബാർ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഡെഫിനിഷൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ ബാർ ഒക്കെ എന്താണെന്ന് അവിടെ അറിയാം. എൻ ബാർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ്. അത് പെർപെൻഡിക്കുലർ, ഈ എ ബി ഉണ്ടല്ലോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. മേളിലോട്ടോ താഴോട്ടോ വരും, അത് ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഈ വെക്ടറാണ്, അതായത് പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ബാർ ആൻഡ് ബി ബാർ. ഇതാണ് എ ബാർ, ഇതാണ് ബി ബാർ. ഇത് ബോർഡിലാണ് കിടക്കുന്നത്. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഇങ്ങനെ വരും, ഈ വെക്ടർ ആയിരിക്കും. അത് ചിലപ്പോൾ മേളോട്ട് വരാം, അല്ലെങ്കിൽ താഴോട്ടും പോകാം, അതിൻ്റെ അകത്തോട്ടും പോകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ പഠിക്കുക. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുക. ഇനി തീറ്റ 0 ആകുമ്പോൾ ഇത് രണ്ടും പാരലാന്ന് വെച്ചു. എ ബാറും ബി ബാറും പാരലൽ. എ ബാറും ബി ബാറും പാരലാകുമ്പോൾ ആംഗിൾ ഇല്ല, ആംഗിൾ 0. ആംഗിൾ 0 ആകുമ്പോൾ സൈൻ 0 എന്ന് വരും. സൈൻ 0 0, ഇത് മൊത്തത്തിൽ 0 വരും. അപ്പോൾ എന്ത് വരും? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ ക്രോസ് ബി 0 ആകുമ്പോൾ വെക്ടർ എ ഈസ് പാരലൽ ടു വെക്ടർ ബി എന്ന് വരും. അപ്പോൾ ഈ പ്രോബ്ലം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ പെർപെൻഡിക്കുലർ ടു ബി ബാർ ആകുമ്പോൾ എ ഡോട്ട് ബി 0, അതിൻ്റെ പാരലൽ ആകുമ്പോൾ എ ക്രോസ് ബി 0 എന്ന് വരും. ഈ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത്. ഇതിവിടെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഒരു വെക്ടർ എ ബാർ. എ ബാർ എന്ന് പറയുന്നത് ഐ ജെ കെ ആയിട്ട് നമുക്ക് എഴുതാം. ഇത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ്. അപ്പോൾ A1i പ്ലസ് A2j പ്ലസ് A3k ആണ് എ ബാർ. ബി ബാർ എന്ന് പറയുന്നത് B1i പ്ലസ് B2j പ്ലസ് B3k. എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കാണണം. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഐ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യണം, ജെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യണം, കെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. ഇതാണ് എ ഡോട്ട് ബി. അടുത്ത എ ക്രോസ് ബി കാണാനായിട്ട് ഡിറ്റർമിനൻ്റ് ഫോമിലാണ് എഴുതുന്നത്. ആ ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോ ഐ ജെ കെ എന്ന് എഴുതണം. സെക്കൻഡ് റോ എഴുതുന്നത് എ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് A1 A2 A3. തേർഡ് റോ എഴുതുന്നത് ബി എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് B1 B2 B3. എന്നിട്ട് ഇതിന് ഇവാലുവേറ്റ് എടുത്തു കഴിഞ്ഞാൽ എ ക്രോസ് ബി നമുക്ക് കിട്ടും.
അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ഒന്ന് യൂണിറ്റ് വെക്ടർ. ഇപ്പോൾ എ ബാർ എന്നൊരു വെക്ടർ തന്നിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് എ ബാറിനെ നിങ്ങൾ അതിൻ്റെ മോഡുലസ് കൊണ്ട് അല്ലെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എ ബാർ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഇനി എ ബാറും ബി ബാറും രണ്ട് വെക്ടേഴ്സാണ്. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കാൻ പറയും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടും. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടും കൂടെ ഓർത്തിരിക്കണം. അടുത്ത റിസൾട്ടും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. പ്രൊജക്ഷൻ ഓഫ് എ ബാർ ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. എ ബാറിനെ ബി ബാറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്ഷൻ കിട്ടാനുള്ള ഫോർമുല എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റിനെ നിങ്ങൾ മോഡുലസ് ഓഫ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തെ വെക്ടറാണ് ബി. ആ രണ്ടാമത്തെ വെക്ടറിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എ ഡോട്ട് ബി. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്ഷൻ കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് 2i + 3j + 5k. അപ്പോൾ 2i + 3j + 5k എന്നുള്ള ഒരു വെക്ടറിന് നിങ്ങൾ i + 2j - 2k എന്നുള്ള വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ആ പ്രൊജക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. പ്രൊജക്ഷൻ്റെ ഫോമിലേക്ക് നമുക്കറിയാം, എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ആദ്യത്തെ വെക്ടറിന് നിങ്ങൾ എ ബാർ എന്ന് കൊടുക്കുക. അപ്പോൾ എ ബാർ = 2i + 3j + 5k. രണ്ടാമത്തെ വെക്ടറിന് ബി ബാർ എന്ന് കൊടുക്കുക, i + 2j - 2k. അപ്പോൾ എ ബാറും ബി ബാറും കിട്ടി. ഇനി നമുക്ക് എ ഡോട്ട് ബി വേണം. ഫോർമുലയിൽ എ ഡോട്ട് ബി ഉണ്ട്. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഐ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 5ഉം -2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ സിംപ്ലിഫൈ എടുക്കുമ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് മോഡുലസ് ഓഫ് ബിയും കൂടെ വേണം. മോഡുലസ് ഓഫ് ബി കാണാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കമ്പോണൻറ്റ് 1 ആണ്, അതിൻ്റെ സ്ക്വയർ, പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് 2 അതിൻ്റെ സ്ക്വയർ, പ്ലസ് കെയുടെ കമ്പോണൻറ്റ് -2 അതിൻ്റെ സ്ക്വയർ, -2 സ്ക്വയർ. അപ്പോൾ ഇത് 4, ഇത് 4, ഇത് 1, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 3 എന്ന് വരും. ഇനി പ്രൊജക്ഷൻ്റെ ഫോർമുല എഴുതണം. എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി = എ ഡോട്ട് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു -2, മോഡുലസ് ഓഫ് ബി 3 ആണ്, -2/3. അതിന് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. 2/3 യൂണിറ്റ് ആണ് നമ്മുടെ ആൻസർ. ഇത് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ചോദിച്ചതാണ്. അടുത്ത പ്രോബ്ലം, ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 5 മാർക്ക് കിട്ടും. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. എ ബാർ 2i + 3j + 4k, ബി ബാർ -i + 3j + 2k. ഇനി ചെയ്യേണ്ടത് 3a ബാർ + 4b ബാർ കണ്ടുപിടിക്കണം. അതായത് എ ബാറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3a ബാർ കിട്ടും. എ ബാറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6i + 9j + 12k എന്ന് കിട്ടും. അതുപോലെ ബി ബാറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ബാറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4i + 12j + 8k എന്ന് കിട്ടും. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 3a ബാർ + 4b ബാർ കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2i, ഇത് തമ്മിൽ ആഡ് ചെയ്യണം 21j, ഇത് തമ്മിൽ ആഡ് ചെയ്യണം 20k. ഇനി യൂണിറ്റ് വെക്ടർ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കണം. 3a ബാർ + 4b ബാറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഐയുടെ സ്ക്വയർ, ഐ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ, അപ്പോൾ 4, പ്ലസ് ഈ 21ൻ്റെ സ്ക്വയർ 441, പ്ലസ് ഈ 20യുടെ സ്ക്വയർ 400. ഇതിനെ സിംപ്ലിഫൈ അപ്പോൾ √845 എന്ന് കിട്ടും. ഇനി യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? തന്നിരിക്കുന്ന വെക്ടർ 3a ബാർ + 4b ബാർ, അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3a ബാർ + 4b ബാറിന് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 2i + 21j + 20k / √845 എന്ന് പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ. നിങ്ങൾ എഴുതി പഠിക്കുമായിരുന്നു. അടുത്തത് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. ലെങ്ത് ഓഫ് എ വെക്ടർ. അപ്പോൾ ലെങ്ത് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണെന്ന് അറിയണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസ് ഓഫ് ദി വെക്ടർ, അതാണ് ലെങ്ത് ഓഫ് ദി വെക്ടർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതിന് എ ബാർ എന്ന് കൊടുക്കുക. ഈ വെക്ടറിന് 3i + 4j + k, അപ്പോൾ എ ബാർ 3i + 4j + k. അതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 1, ഇവിടെ കെയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, 1ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ √26. ഇതാണ് ലെങ്ത് ഓഫ് ദി വെക്ടർ. ഇത് 2 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിക്കും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് i - 2j + 3k ആൻഡ് 3i - 2j + k. അതിൽ ആദ്യത്തെ വെക്ടറിന് എ ബാർ എന്ന് കൊടുക്കണം. എ ബാർ = i - 2j + 3k.
രണ്ടാമത്തേന് ബി ബാർ എന്ന് കൊടുക്കണം. ബി ബാർ ഇസ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് കെ. അപ്പോൾ എ ബാറും ബി ബാറും കിട്ടി. കോസ് തീറ്റ ആണ് ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്. തീറ്റയാണ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി വേണം. എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്താണത്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 1 ഇവിടെ 3, 1 ഇൻറ്റു 3 പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. -2 ഇൻറ്റു -2 പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 3 ഇൻറ്റു 1. അപ്പോൾ ഈ 3 + 4 + 3 അപ്പോൾ 10 എന്ന് വരും. ഇനി നമുക്ക് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? എയുടെ കമ്പോണൻസ് ഐയുടെ സ്ക്വയർ. ഐയുടെ കൂടെ വരുന്നത് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ വരുന്നത് -2, -2ന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ വരുന്നത് 3, 3യുടെ സ്ക്വയർ. അപ്പോൾ ഇത് 9, 4, 1 √14 എന്ന് കിട്ടും. ഇനി മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? ഐയുടെ കമ്പോണൻറ്റ് 3, 3 സ്ക്വയർഡ് പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് -2, -2 സ്ക്വയർഡ് പ്ലസ് കെയുടെ കമ്പോണൻറ്റ് 1, 1 സ്ക്വയർഡ്. അപ്പോൾ റൂട്ട് ഓഫ് 9 + 4 + 1 √14. അപ്പം മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കിട്ടി, എ ഡോട്ട് ബി കിട്ടി. ഈ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മേളിൽ 10 കിട്ടും. എ ഡോട്ട് ബി 10 ആണ്. ബൈ മോഡുലസ് ഓഫ് എ √14, മോഡുലസ് ഓഫ് ബി √14. അപ്പോൾ 10 ബൈ √14 √14 14 ആണ്. അപ്പോൾ 10/14 ഇസ് ഈക്വൽ ടു 5/7 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഈ വെക്ടർ എ ഈസ് ഈക്വൽ ടു 5y മൈനസ് j മൈനസ് 3k ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു I + 3j മൈനസ് 5k. ഷോ ദാറ്റ് a ബാർ പ്ലസ് ബി ബാർ ഈസ് പെർപെൻഡിക്കുലർ ടു a ബാർ മൈനസ് ബി ബാർ. അപ്പോൾ a ബാർ പ്ലസ് ബി ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും കൂടെ ആഡ് ചെയ്യണം. നോക്കാം. a ബാർ പ്ലസ് ബി ബാർ ഈ ഐ തമ്മിൽ ആഡ് ചെയ്യണം. 5y പ്ലസ് i 6i പ്ലസ് -j + 3j 3j - j 2j പ്ലസ് -3k - 5k -3 - 5 ആഡ് ചെയ്യുമ്പോൾ -8 -8k. അപ്പോൾ 6i + 2j - 8k. ഇനി സബ്ട്രാക്ട് ചെയ്യണം. a ബാർ മൈനസ് ബി ബാർ ഇസ് ഈക്വൽ ടു 5ൽ നിന്നും 5iൽ നിന്നും i സബ്ട്രാക്ട് ചെയ്യണം. 5ൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്താൽ 4i. അടുത്ത -j - 3j എന്ന് വരും. -jയിൽ നിന്നും 3j സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ -j - 3j അപ്പോൾ -4j. അടുത്ത -3ൽ നിന്നും -3kയിൽ നിന്നും എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? -5k. -3kയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യേണ്ടത് -5k എന്ന് എഴുതണം. ഇത് -5 എന്ന് വരും. 5k. ഇത് -3k. 5k - 3k 2k. അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഇനി ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവണം. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. a ബാർ പ്ലസ് ബി ബാർ ഡോട്ട് a ബാർ മൈനസ് ബി ബാർ ഡോട്ട് പ്രോഡക്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ്. അതിനെന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഐ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 6 × 4 24 പ്ലസ് 2 × -4 -8 പ്ലസ് -8 × 2 -16 ഇസ് ഈക്വൽ ടു ഇത് 16 8 24 ആണ്. -24 അപ്പോൾ 0 എന്ന് വരും. അപ്പോൾ ഇത് 0 ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. Therefore a bar plus b bar is perpendicular to a bar minus b bar. a bar plus b bar is perpendicular to a bar minus b bar. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദി വെക്ടേഴ്സ് 3i + 2j + 9k ആൻഡ് i + λj + 3k ആർ പാരലൽ. അപ്പം ഈ ആദ്യത്തെ വെക്ടറിന് a ബാർ എന്ന് എടുക്കുക. ഇതിന് a ബാർ എന്ന് എടുക്കുക. അപ്പം 3i + 2j + 9k ഈസ് a ബാർ. രണ്ടാമത്തെ വെക്ടർ b ബാർ എന്ന് എടുക്കുക. b ബാർ ഇസ് ഈക്വൽ ടു i + λj + 3k. അപ്പോൾ a ബാറും b ബാറും ഈ രണ്ട് വെക്ടേഴ്സ് പാരലാണ്. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആകുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0. അപ്പോൾ സൈൻ തീറ്റ 0. അപ്പോൾ a ക്രോസ് b 0. അപ്പോൾ എയും ബിയും പാരലൽ ആവുമ്പോൾ a ക്രോസ് b 0 ആണ്. അപ്പോൾ നമ്മൾ a ക്രോസ് b കണ്ടുപിടിക്കണം. ആ a ക്രോസ് b കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ഒരു ഡിറ്റർമിനൻ്റ് ആണ് എഴുതേണ്ടത്. 3/3 ഡിറ്റർമിനൻ്റ്. അതിൽ ഫസ്റ്റ് റോ i j k എന്ന് എഴുതണം. സെക്കൻഡ് റോ എഴുതേണ്ടത്
ആദ്യത്തെ വെക്ടർ എ ബാർ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് 3 2 9 സെക്കൻഡ് റോ. തേർഡ് റോ എഴുതേണ്ടത് ബി ബാർ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ്. ഇവിടെ 1, ഇവിടെ ലാംഡ, ഇവിടെ 3. അപ്പോൾ 1 ലാംഡ 3. അപ്പോൾ എ ക്രോസ് ബി കിട്ടും. ആ എ ക്രോസ് ബി 0 ആണ്. എന്തുകൊണ്ടാണ്? എയും ബിയും പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ അത് 0. ഇനി നമുക്ക് 3/3 ഡിറ്റർമിനൻ്റ് ഇവാലുവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ്? ഫസ്റ്റ് എലമെൻ്റ് ഐ വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 9 ലാംഡ 3 ഈ ഡിറ്റർമിനൻ്റ് കിട്ടും. മൈനസ് ജെ, രണ്ടാമത്തെ എലമെൻറ്റ് ജെ, ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഈ ജെ വരുന്ന റോയും കോളവും കളഞ്ഞാൽ 3 9 1 3 എന്ന് കിട്ടും. പ്ലസ് മൂന്നാമത്തെ എലമെൻറ്റ് കെ ഇൻറ്റു ഡിറ്റർമിനൻ്റ് കെ വരുന്ന ഇത് ഈ റോയും ഈ കോളവും കളഞ്ഞാൽ 3 2 1 ലാംഡ. ഇത് 2 × 3 6 മൈനസ് ലാംഡ ഇൻറ്റു 9 ലാംഡ. ഇത് മൈനസ് ജെ ഇൻറ്റു ഇത് 9 മൈനസ് 1 × 9 9 പ്ലസ് കെ ഇൻറ്റു ഇത് 3 ലാംഡ മൈനസ് 2 × 1 is 2. ഇത് 0 ആണ്. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഇത് 0 ആയിപ്പോയി. പിന്നെ ഇതും 0 ആവണം, ഇതും 0 ആവണം. എന്നാലേ മൊത്തത്തിൽ 0 ആവത്തുള്ളൂ. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഇത് 0 ആവണം. 6 - 9 ലാംഡ 0 ആവണം. വിച്ച് ഇംപ്ലൈസ് 6 - 9 ലാംഡ is equal to 0 ആൻഡ് ഏതാ ഇതും 0 ആവണം. എല്ലാം 0 ആയാലേ 0 ആവത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 3 ലാംഡ - 2 0 ആവണം. കെ 0 ആവത്തില്ല. ഇവിടെ ഐ 0 ആവത്തില്ല. അപ്പോൾ 0 ആവേണ്ട എന്താ? 6 - 9 ലാംഡ. ഇവിടെ കെ 0 അല്ല, അതുകൊണ്ട് 3 ലാംഡ - 2 0 ആവണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡ 3/2. 6 9 ലാംഡ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ 9 ലാംഡ is equal to 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാംഡ കിട്ടും. ഇതിൽ 6 - 9 ലാംഡ 0. അപ്പോൾ 6 is equal to 9 ലാംഡ. ലാംഡ കിട്ടാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6/9 is equal to 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/3. അപ്പോൾ ഇവിടെയും എന്ത് കിട്ടും? ഇതിൽ നിന്ന് നമുക്ക് 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3 ലാംഡ is equal to 2. ലാംഡ is equal to 2/3. അപ്പോൾ ലാംഡയുടെ വാല്യൂ 2/3 എന്ന് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്.